ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഭാത വാർത്ത തുടങ്ങുകയാണ്. ഇന്ന് മെയ് 26 ഞായറാഴ്ചയാണ്. മലയാള മാസം ഇടവം 12. ഇന്നലെ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമയ്ക്കുണ്ടായ വലിയ നേട്ടം, അതിൻ്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം, 2 മലയാളികൾ കനി കുസൃതിയും ഒപ്പം ദിവ്യപ്രഭയും അഭിനയിച്ച മികച്ച കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് കാൻ ചലച്ചിത്രോത്സവ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയത്. എന്തായാലും അതിൻ്റെ ആഹ്ലാദമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഇന്നലെ ഗുജറാത്തിൽ നിന്ന് വന്ന അപകട വാർത്തയാണ്. രാജ്കോട്ടിൽ ഗെയിം സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 28 പേരാണ് മരിച്ചത്. അതിൽ 12ഓളം കുട്ടികളുണ്ട് എന്ന സങ്കട വാർത്തയുമുണ്ട്. അതിലെന്തായാലും ഗുജറാത്ത് സർക്കാർ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉന്നതതല അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ മഴ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ നോക്കാം. രാജ്കോട്ടിൽ ഗെയിം സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി. മരിച്ചവരിൽ 12 പേർ കുട്ടികളാണ്. നാനാ മാവ റോഡിലെ ഗെയിമിംഗ് സോണിൽ ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ രാജ്കോട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഇന്നലെയുണ്ടായ ഈ അപകടത്തിന്റെ, ഈ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇത്രയും വലിയ തീപിടുത്തം അത് എങ്ങനെയാണ് ഗെയിം സോണിൽ ഉണ്ടായത്? ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദുരന്തമുണ്ടായ TRP ഗെയിം സോണിലാണ്. ഈ ഗെയിം സോണിൽ ഇതിനു മുമ്പ് ഇന്നലെയോ മെനഞ്ഞാന്ന് കണ്ട ഒരു കാഴ്ചയിൽ നിന്ന് ഏതാണ്ട് നേർവിപരീതമായ കാഴ്ചകളാണ് ഏതായാലും ഇന്നിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ആകെ ഈ ഗെയിം സോൺ ആകെ കത്തി നശിച്ച അവസ്ഥയിലാണ്. ഇവിടെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ വേണ്ടി കഴിയും. ഇപ്പോഴും ഫയർ എഞ്ചിനുകൾ ഇവിടെയുണ്ട്. ഇനി എവിടെ നിന്നെങ്കിലും വീണ്ടും തീ പടരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കൂളിംഗ് ജോലികളാണ് നിരവധി JCB ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾ മാറ്റി ഇനിയും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. നേരത്തെ ഹർഷ് സാങ്വി പുലർച്ചെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരാളെ കൂടി കണ്ടെത്താൻ ഉണ്ട് എന്നതാണ്, ഒരാൾ മിസ്സിംഗ് ആണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതിനായുള്ള തെരച്ചിലടക്കം ഈ മേഖലയിൽ നടക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിൽ നടന്നതാണ്. ഇപ്പോൾ രാവിലെ ഒരല്പം വേഗത ഈ തെരച്ചിലുകൾക്ക് കുറവാണ് എന്ന് തോന്നുന്നുണ്ട്. 28 പേരുടെ മരണമാണ് ഉണ്ടായത്. അതിൽ 12 പേർ കുട്ടികളാണ്. കുട്ടികളുടെ എണ്ണത്തിൽ ഈ എണ്ണം ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം. കാരണം കൃത്യമായ എണ്ണം എടുക്കാൻ കഴിയാതിരിക്കുന്നത് മരിച്ചവർ സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്നതൊക്കെ അറിയാൻ കഴിയാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മൃതദേഹങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും DNA പരിശോധന നടത്തിയാൽ മാത്രമേ അത് കണ്ടെത്താൻ വേണ്ടി കഴിയൂ. അതിനുള്ള സജ്ജീകരണങ്ങൾ സിവിൽ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ അത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടത് ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ത് എന്നുള്ള അന്വേഷണത്തിലേക്കാണ്. ഏതായാലും സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. സംഭവ സ്ഥലം ഈ സംഘം എത്തി അന്വേഷിക്കുകയും ഇവിടെയുള്ള വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. രാത്രി 3 മണിയോടെ, പുലർച്ചെ 3 മണിയോടെയാണ് ഈ സംഘം ഇവിടെ എത്തിയത്. അവർ അന്വേഷിക്കുന്ന ജോലി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉടമകളായിട്ടുള്ള 4 പേരാണ്. അതിൽ 3 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. NOC, കൃത്യമായ NOCകൾ ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചത് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഓരോ വിഭാഗങ്ങളിൽ നിന്നും അത്തരം വിവരങ്ങൾ വരുന്നത്. ഏറ്റവും ഒടുവിൽ രാജ്കോട്ട് കോർപ്പറേഷനാണ് ഇവിടെ ഇത്തരമൊരു വലിയ സ്ഥാപനം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നില്ല എന്ന് മേയർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആലോചിക്കേണ്ടത്, ഇത്ര വലിയ ഈ സൗരാഷ്ട്ര മേഖലയിൽ തന്നെ ഇത്രയും വലിയ ഒരു ഗെയിം സോൺ മറ്റെവിടെയുമില്ല. അത്രയും വലിയൊരു ഗെയിം സോൺ ഇത്ര കാലമായി ഇവിടെ പ്രവർത്തിച്ചിട്ടും NOC പോലും ഉണ്ടായിരുന്നില്ല എന്നൊരു ദുരന്തം നടന്നതിന് ശേഷം മാത്രമാണ് കോർപ്പറേഷൻ പറയുന്നത് എന്നതാണ്. ഏതായാലും അത്തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതിന് അനുമതി കൊടുക്കേണ്ടിയിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ സർക്കാർ തേടുകയാണ്. പുലർച്ചെ 3 മണിയോടെ തന്നെ എല്ലാ ജീവനക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജീവനക്കാരോട് കളക്ടറുടെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഹർഷ് സാങ്വി പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ കളക്ടറേറ്റിൽ എത്തി തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കളക്ടറോട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ച് ഒരു AC-യിൽ പൊട്ടിത്തെറി ഉണ്ടായി. പിന്നീട് അത് വലിയ തീയായി പടർന്നു. ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും ഇതിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഏതാണ്ട് 30-35ഓളം പേരെ പരിക്കുകളോട് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. പലരും ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ചിലരുടെ നില മാത്രം ഒരല്പം ഗുരുതരമായിരുന്നു. ഇപ്പോൾ ആ കാര്യത്തിലും ആശങ്കകൾ അധികമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാലും
വലിയൊരു സംഖ്യ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം ഒരു തീർച്ചയായിട്ടും ശ്രീനാഥിന്റെ ഒരു നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ശ്രീനാഥ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതിന്റെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഗുജറാത്തിലെ മറ്റ് ഗെയിം സോണുകളെല്ലാം പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായ വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അതിന് വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ NOC ലഭിച്ചിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണ്ടായിരിക്കേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, ഈ ഒരു മേഖല അതൊരു ഓപ്പൺ സ്പേസ് ആണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്നിട്ടും എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയോ? അത്തരമുള്ള സംശയങ്ങളെല്ലാം ഉയർത്തുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ. തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോ കാർട്ടിംഗ് നടക്കുന്ന ഒരു മേഖലയിലാണ്. അതായത് ഇവിടെ ചെറിയ കാർ റേസിങ്ങും മറ്റും നടക്കാറുണ്ട്. അവധി ദിവസമാണ്, അവധി സമയമാണ്, വെക്കേഷൻ സമയമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി കുട്ടികളുമായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. കുട്ടികൾ ഈ അവധിക്കാലം ആഘോഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഗുജറാത്തിൽ പലപ്പോഴും അവധിക്കാലത്ത് യാത്രകൾ കുടുംബങ്ങൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ എത്തിയ ഒരു സമയം ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് കൂടുതൽ പേര് എത്തുന്ന ഒരു സമയത്താണ് ഈ ദുരന്തമുണ്ടായത്. NOCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ 2 ഇടങ്ങളിൽ നിന്ന് NOC ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്ന് NOC ഉണ്ടായിരുന്നില്ല, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് NOC ലഭിച്ചിട്ടില്ല എന്ന കാര്യവും വ്യക്തമാണ്. ഈ 2 വിഭാഗങ്ങൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു അനുമതി ഇവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന് ഗുജറാത്തിലെ മറ്റു പല അനുഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ മോർബിയിൽ 2 വർഷം മുമ്പ് മോർബിയിൽ ഒരു പാലം തകർന്നപ്പോൾ അവിടെ നിരവധി പേർ താഴെ വെള്ളത്തിൽ പോയി. അവിടെയും ഈ തരത്തിലുള്ള പല അനാവസ്ഥകൾ കണ്ടു. ഏറ്റവും ഒടുവിൽ വഡോദരയിൽ ബോട്ട് മുങ്ങി നിരവധി കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു. പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതേക്കുറിച്ച് അനുമതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നത്. അതിൽ പിന്നീട് നടപടികൾ ഉണ്ടാകുന്നു. പക്ഷേ അതുവരെ കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഈ രാജ്കോട്ടിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ദുരന്തവും. അതായത് സമീപകാലത്ത് ഗുജറാത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ച് നേരിടുകയാണ്. കോൺഗ്രസ് ഈ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നതും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നതെന്ന് ശക്തി സിംഗ് ഗോഹിൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആരോപിക്കുന്നുണ്ട്. എന്നാൽ BJP ആവട്ടെ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചകളാണ് എന്ന് പറഞ്ഞു ഒഴിയാൻ അത്തരം കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് വ്യക്തമാവേണ്ടതാണ്. ഇപ്പോൾ ഈ ശ്രീനാഥ് ഇപ്പോൾ നിൽക്കുന്നത് അപകട സ്ഥലത്താണ്, ആ ദുരന്ത മുഖത്താണുള്ളത്. അതിൻ്റെയൊക്കെ തൊട്ടടുത്ത ബിൽഡിങ്ങുകളൊക്കെ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചുകൂടി തത്സമയ ദൃശ്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ തൊട്ടടുത്തേക്കുള്ള ബിൽഡിങ്ങുകളിലേക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ അവിടേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള ഒരു സമയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ ശ്രീനാഥ്? ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. എന്നാലും വലിയൊരു ജനനിബിഡമായ അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയല്ല. അതുകൊണ്ട് ഫയർഫോഴ്സിനും മറ്റും എളുപ്പത്തിൽ എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ മേഖലയിലാകെ ഈ ലോറികളും മറ്റും നിരവധിയായി എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ്. ഒപ്പം തന്നെ ഫയർ എഞ്ചിനുകളും ഇവിടെ നിരവധിയായി ഉണ്ട്. ഈ രക്ഷാദൗത്യം നടക്കുമ്പോൾ പോലും നീണ്ട നിര ആംബുലൻസിന്റെ ഇന്നലെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഓരോ മണിക്കൂറുകളിലും 2-3 പേരുടെ മൃതദേഹം വെച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തുമ്പോൾ. അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനൊന്നും തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇതൊരു താൽക്കാലിക കേന്ദ്രമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാം. അലൂമിനിയം ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക നിർമ്മിതിയാണ്. അതിനപ്പുറത്തേക്ക് കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ തരത്തിലുള്ള ഒന്നായിരുന്നില്ല ഇത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ കത്തിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകത, ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അനുമതി കിട്ടിയില്ല എന്നത് വ്യക്തമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ നിർമ്മാതാക്കൾ, ഉടമകൾ എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു എന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ ആർക്കും വ്യക്തമില്ല. ഏതായാലും ദൃശ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നത് അലൂമിനിയം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക കേന്ദ്രമായിരുന്നു. ഇവിടെ കൂടുതൽ സ്ഥലം ചെലവിട്ടിരുന്നത് ഈ ഗോ കാർട്ടിങ്ങിനും മറ്റുമായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഇൻഡോർ ഗെയിംസും മറ്റും നടന്നിരുന്ന ഇടമാണ് ആകെ കത്തി നശിച്ചിരിക്കുന്നത്. ശ്രീനാഥാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടമാണ് രാജ്കോട്ടിൽ ഉണ്ടായതെന്ന കാര്യം വ്യക്തമാണ്. വലിയ അനാസ്ഥ
ആ ഗെയിം സോണിൻ്റെ ഉടമകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സർക്കാരിനെ അറിയിക്കാതെ അല്ലെങ്കിൽ അധികൃതരെ അറിയിക്കാതെയാണ് ആ ഗെയിം സോൺ ഇവിടെ പ്രവർത്തിച്ചതെന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. മറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന പ്രാഥമികമായ വിലയിരുത്തലും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു അലുമിനിയം ഷീറ്റുകൾ ഉണ്ടാക്കിയ താൽക്കാലിക കെട്ടിടം, അതിനകത്താണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ചെത്തിയതും ഒക്കെ. അതാണ് വലിയ അപകടത്തിനിടയാക്കിയതെന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് രാജ്കോട്ടിലെ അപകട സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ജില്ലകളിലും മഴയുണ്ട്. രാവിലെ തന്നെ മധ്യകേരളത്തിലടക്കം ശക്തമായ മഴ രാവിലെ ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ അറിയിപ്പുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ. ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ അതിന്റെ മഴയുടെ ശക്തി, അതായത് അതിന്റെ തീവ്രത കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് അത് ഇന്ന് കരതൊടും. 110 കിലോമീറ്റർ മുതൽ 135 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും ഈ കാറ്റ് വീശുക. പക്ഷെ അത് ഈ കേരളത്തിന് കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ബംഗ്ലാദേശിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ അത് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇന്ന് റെഡ് അലർട്ട് ഇല്ല. പക്ഷേ ഇതുവരെ വന്ന മുന്നറിയിപ്പിൽ റെഡ് അലർട്ട് ഇല്ല. പക്ഷേ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഈ 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ മലയോര മേഖലകളിലും നഗരമേഖലകളിലും അടക്കം ഈ മഴ പെയ്യാനുള്ള സാധ്യത, ഒറ്റപ്പെട്ട നേരിയ തോതിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്, ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. മാത്രവുമല്ല ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ വിലക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് അത് തുടരും എന്നുള്ളതാണ്. ഇന്ന് കരതൊടുന്ന ഈ റീമൽ ചുഴലിക്കാറ്റ് നാളെയോടെ അതിന്റെ ശക്തി, അതിന്റെ തീവ്രത കുറയും എന്നാണ് അറിയിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ കാര്യമായ രീതിയിലുള്ള ആ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായി അറിയിക്കുന്നത്. എങ്കിലും ഈ ജാഗ്രത തുടരണം, ആ ജാഗ്രത തുടരണം എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശവാസികളടക്കം ജാഗ്രത തുടരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പ്രജി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്തും വിശദാംശങ്ങൾ നൽകിയത്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുകയാണ്. ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്. രാജസ്ഥാനിൽ ഉഷ്ണതരംഗത്തെ തുടർന്നുള്ള മരണസംഖ്യ ഉയരുന്നുമുണ്ട്. ഇന്നലെ മാത്രം രാജസ്ഥാനിൽ മരിച്ചവരുടെ എണ്ണം 12ആയി. മരിച്ചവരിൽ കൂടുതൽ പേരും കൂലിപ്പണിക്കാരാണ്. രാജസ്ഥാനിലെ ബാർമറിലെ താപനില 48.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകി. പുതിയ ബാർകോഴ വിവാദത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാതെ തന്നെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നീക്കം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് UDF ഇപ്പോൾ. വിവാദ ശബ്ദ സന്ദേശം ബാർ ഉടമകൾ തന്നെ തള്ളിപ്പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രതിരോധം. ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന ശുപാർശ ഉൾപ്പെടെ സർക്കാർ തൽക്കാലം പരിഗണിച്ചേക്കില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണമടക്കം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിവാദങ്ങൾ കെട്ടടങ്ങിയ ആശ്വാസത്തിലായിരുന്നു LDF. ഇതിനിടയിൽ സർക്കാരിനെ അടിക്കാൻ UDFന് കിട്ടിയ വടിയായി പുതിയ മദ്യനയത്തിലെ കോഴ ആരോപണം. എക്സൈസ് മന്ത്രി MB രാജേഷിനെ കൂടാതെ ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനെ ആരോപണം ഉൾമുനയിൽ നിർത്തുന്നതിൽ UDFന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബവും അതുവഴി പിണറായി വിജയനുമാണ് ഉന്നം. അതേസമയം ഇന്നലെ നടന്ന UDF യോഗത്തിൽ സമരപരിപാടികൾ ഒന്നും തീരുമാനിക്കാത്തതിൽ അസ്വാഭാവികതയുണ്ട്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിലൂടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ഘടിപ്പിക്കാമെന്നുമാണ് പ്രതിപക്ഷം നിലവിൽ ആലോചിക്കുന്നത്. എന്നാൽ ജൂൺ 10 തുടങ്ങുന്ന സഭാ സമ്മേളനത്തിന് മുന്നേ തന്നെ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് LDF ശ്രമം. പുതിയ മദ്യനയത്തിൽ പ്രഖ്യാപിക്കാനിരുന്ന ഇളവുകൾ തൽക്കാലം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. വിവാദം തണുത്ത ശേഷം നടപടിയെടുത്താൽ മതിയെന്ന നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. അതേസമയം ബാർ അസോസിയേഷൻ ഭാരവാഹി അനിമോന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് പ്രതീക്ഷ. UDFും കോൺഗ്രസും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയില്ലെങ്കിലും മന്ത്രിമാരുടെ രാജിയടക്കം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
24 തിരുവനന്തപുരം. എന്തായാലും പുതിയ ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതൽ നടക്കുമെന്ന വാർത്തയാണ് വരുന്നത്. ശബ്ദരേഖ പുറത്തു വന്ന അനിമോന്റേത് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. മറ്റ് ബാർ ഉടമകളുടെയും മൊഴിയെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കും. ഷഫീദ് റാവുത്ത് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതലാണ് ഈ കേസിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അന്വേഷണ രീതി, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മനസ്സിലാക്കാനുള്ളത്? പ്രജിൻ, സർക്കാരിനെ വെട്ടിലാക്കിയ പുതിയ ബാർക്കോഴ ആരോപണത്തിന് പിന്നാലെ മന്ത്രി എം.ബി. രാജേഷിന്റെ പരാതിയിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തീരുമാനിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ നാളെ മുതൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ കേസെടുത്തുള്ള അന്വേഷണം ആയിരിക്കില്ല. പ്രാഥമിക അന്വേഷണത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഈ ആരോപണത്തിന് തിരികൊളുത്തിയ ശബ്ദരേഖയുടെ ഉടമയായിട്ടുള്ള അനിമോന്റെ മൊഴിയായിരിക്കും ആദ്യം എടുക്കുക. ആദ്യഘട്ടത്തിൽ അനിമോൻ പറഞ്ഞത് മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അനിമോൻ ഈ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വീണ്ടും ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ പറയുന്നത് സംഘടനയുടെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ കെട്ടിടത്തിനും സ്ഥലത്തിനുമായി പണപ്പിരിവിനാണ് താൻ നിർദ്ദേശിച്ചതെന്നുള്ളത് മലക്കം പറയുന്ന ഒരു നിലപാട് ഇന്നലെ അനിമോന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നാളെ മുതൽ നടത്താൻ, അതല്ലെങ്കിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നാളെ മുതൽ ആരംഭിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ശബ്ദരേഖയ്ക്ക് പിന്നിലെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. സർക്കാരിനെ അട്ടിമറിക്കാനടക്കം നീക്കം നടക്കുന്നു എന്നുള്ള വിലയിരുത്തലിലാണ് ഇക്കാര്യത്തിൽ സർക്കാരും അതേപോലെ തന്നെ സിപിഐഎമ്മും ഉള്ളത്. ശബ്ദരേഖയിൽ പറയും പോലെ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പിരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൈമാറിയോ, പ്രത്യേകിച്ച് സംഘടനാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പറഞ്ഞത് സംഘടനയുടെ പേരിൽ പിരിക്കുന്ന ഓരോ പണപ്പിരിവും അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ, ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ, അതായത് സർക്കാരിന്റെ വരാൻ പോകുന്ന ഒരു നയം, ആ നയത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി അന്വേഷിക്കുക. ഏതായാലും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടും. അത് സർക്കാരിന്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടു. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് തൃപ്തരല്ല എന്ന് പ്രതിപക്ഷവും ഇതിനോടകം തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി UDF കൺവീനറായിട്ടുള്ള MM ഹാസൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞു. ഇന്നലെ നടന്ന 6ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 61.75% പോളിംഗ് നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ്, ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. വിവരങ്ങളുമായി R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. R. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതു ട്രെൻഡായി ഇത് മാറുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം എല്ലായിടങ്ങളിലും എല്ലാ ഘട്ടത്തിലും രേഖപ്പെടുത്തുന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു ഘട്ടം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താണ് 6ാം ഘട്ടത്തിലെ പോളിംഗിനെ കുറിച്ച് പൊതുവുള്ള വിലയിരുത്തൽ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വിജയപ്രതീക്ഷ എത്രമാത്രമാണ്? ഇത് രണ്ടു വിധത്തിലുണ്ട് പ്രജിനി. ഇത്തവണത്തെ ഈ പോളിംഗ് കുറഞ്ഞതിനെ വിലയിരുത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഈ പ്രധാനമായിട്ടും തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടിംഗ് നടക്കാത്തതല്ല, മറിച്ച് കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം, കടുത്ത ചൂടാണ്, ഉഷ്ണതരംഗത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യ ഉള്ളത്. അതുകൊണ്ട് പല മുന്നറിയിപ്പുകളും വീടിന് പുറത്തിറങ്ങരുത് എന്നതൊക്കെ നിലനിൽക്കുമ്പോൾ, റെഡ് അലർട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. അത് തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമാണ് എന്ന് അവർ കരുതുന്നും ഇല്ല. അതേസമയം ഈ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും വോട്ട് കുറഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയെ നേരിടുന്നുണ്ട് പല മുന്നണികളും. അത് ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യമായിട്ട് മത്സരിച്ചിട്ടും ചില മേഖലകളിൽ, അത് ഈ സൗത്ത് ഡൽഹി അടക്കമുള്ള പല മേഖലകളിലും അവർ പ്രതീക്ഷിച്ചത്ര വോട്ടിംഗ് പെർസെന്റേജ് അത് ഉയർന്നില്ല എന്ന വിധത്തിലേക്ക് ഒരു നിരീക്ഷണം ഉണ്ട്. രണ്ട് പാർട്ടികളും പറയുന്നത് തങ്ങൾ പരമാവധി എതിർ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഇടങ്ങളിൽ പോലും പോൾ ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സാധാരണ സാഹചര്യത്തെക്കാൾ വ്യത്യസ്തമാകുന്ന ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതടക്കമുള്ള നിരീക്ഷണങ്ങളാണുള്ളത്. ഏതായാലും
പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ആ ഒരു ട്രെൻഡ് തുടരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. 6ാം ഘട്ടത്തിൽ 61.75% അവസാന കണക്കനുസരിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം. ഇതിൽ ഒരല്പം കൂടി കൂടാനായിട്ടുള്ള സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. ബീഹാറിൽ 55.24, ഹരിയാനയിൽ 62.09, ജമ്മു കാശ്മീരിൽ 54.46, ജാർഖണ്ഡിൽ 63.76, ഡൽഹിയിൽ 58.09, ഒഡീഷയിൽ 70.99, ഉത്തർപ്രദേശിൽ 54.03, ബംഗാളിൽ 80.06 എന്നിങ്ങനെയാണ് ഇന്നലെ സംസ്ഥാനങ്ങൾ തിരിച്ച് നടന്ന ഇതിലെ കണക്ക് ഇപ്രകാരമാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ അവയവ വ്യാപാരത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയും ആളുകളെ കടത്തിയെന്ന് കണ്ടെത്തൽ. പ്രതി സജിത് ശ്യാമിന്റെ അക്കൗണ്ടിലേക്ക് കശ്മീരിൽ നിന്ന് ഉൾപ്പെടെ പണമെത്തി. സംഘത്തിന് കൊച്ചിയിൽ പ്രാദേശിക സഹായം ലഭിച്ചുവെന്നും സൂചനകളുണ്ട്. അവയവക്കടത്തിലെ പ്രധാനികളായ കൊച്ചി സ്വദേശി മധുവും തൃശൂർ സ്വദേശി സാബിത്തും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ആളുകളെ ഇറാനിലേക്ക് കടത്തിയെന്നാണ് വിവരം. ഇവർക്ക് കൊച്ചിയിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചു. കേസിൽ കൂടുതൽ മലയാളികളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മധുവിന്റെ കടലാസ് കമ്പനിയുടെ മറവിലാണ് അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് പണം വാങ്ങിയിരുന്നത്. ഈ അക്കൗണ്ട് ആകട്ടെ കഴിഞ്ഞ ദിവസം റിമാൻഡിലായ സജിത് ശ്യാമിന്റെ പേരിലും. കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. കശ്മീരിൽ നിന്നുൾപ്പെടെ ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലുള്ള സബിത്തിന്റെ ചോദ്യം ചെയ്യൽ 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. റിമാൻഡ് ചെയ്ത സജിത്തിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ഉടൻ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. തട്ടിപ്പിനിരയായവരെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. 24 കൊച്ചി. എറണാകുളത്ത് പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കൂടുതൽ ഫാക്ടറികൾക്കെതിരെ നടപടിക്ക് സാധ്യത. പെരിയാറിലേക്ക് അനധികൃതമായി മാലിന്യം തള്ളിയ ഫാക്ടറികളെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ 2 ദിവസമായി തുടരുകയാണ്. ഇറച്ചി മാലിന്യങ്ങൾ തള്ളിയ അലയൻസ് മറൈൻ പ്രൊഡക്ട്സിനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപടി സ്വീകരിച്ചിരുന്നു. പെരിയാറിലും പരിസര പ്രദേശങ്ങളിലും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് കൈമാറും. മത്സ്യ കർഷകരിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിലും പരിശോധന നടത്തി. ഇതിന്റെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയതാകും സബ് കളക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ട്. മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ പൈപ്പ് വെള്ളത്തിൽ വീണ്ടും ചെളി. 11ാം വാർഡിലെ ചില്ലുംതോട് നിവാസികൾക്ക് ദിവസങ്ങളായി മലിനജലമാണ് ലഭിക്കുന്നത്. മുനിപ്പാറയിലെ വാട്ടർ ടാങ്കിൽ നിന്നാണ് ഇവിടെ വെള്ളമെത്തുന്നത്. പരാതി പറയാൻ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ കൈയൊഴിഞ്ഞു എന്നാണ് ആരോപണം. പഞ്ചായത്തിൽ ഇതുവരെ 232 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റിക്ക് ഉണ്ടായ വീഴ്ചയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണമെന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഈ വെള്ളം കാണിച്ചുകൂടെ? മുഖ്യമന്ത്രി കാണട്ടെ. ഈ വെള്ളം ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോന്ന്? വോട്ട് പെട്ടിയിലായി. ഇപ്പൊ ഞങ്ങളിട്ട് ഇടങ്ങാറാക്കിയത്. നമുക്ക് ഇപ്പോൾ ഒരു 1.5-2 മാസമായിട്ട് കിട്ടുന്ന വെള്ളം തീരെ കലക്ക വെള്ളമാണ്. വെള്ളം ഒരു ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് നമുക്ക് കുടിക്കാനല്ല, നമുക്ക് ഒരു യൂസിനും പറ്റാത്തൊരു തരം വെള്ളമാണ് നമുക്ക് വാട്ടർ അതോറിറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ പരാതികൾ കൊടുത്തു, കുറുപ്പമ്പടി കൊടുത്തു. കുറുപ്പമ്പടിക്കാർ പറഞ്ഞു. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.